ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. 3 അൾട്ടിമേറ്റ് പ്രഡിക്ഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഉണ്ടാകും. അതിൽ ആദ്യത്തേതാണ് നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമി. അപ്പോൾ അത് പല ജോലികളുടേതുണ്ടല്ലോ, ഏത് ജോലിയുടെ പഠിച്ചു വയ്ക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ മെയിനായിട്ട് രണ്ട് പോസ്റ്റിലേക്കുള്ള പഠിച്ചാൽ മതി. ഒന്ന് മാനേജറും ഒന്ന് ടീച്ചറും. ഈ 2 പോസ്റ്റിലേക്കുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമി അറിയാമായിരിക്കുമല്ലോ. സിമ്പിളാണ് അതിൻ്റെ ഫോമാറ്റ് വരുന്നത്. സിമ്പിൾ ഫോമാറ്റാണ്. നമ്മൾ ഫ്രം ടു ഒക്കെ എഴുതുക, ദെൻ സബ്ജക്റ്റ് എഴുതുക, ദെൻ നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഇന്ന ഡേറ്റിൽ കണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, എന്നെ സെലക്ട് ചെയ്താൽ ഐ വിൽ വർക്ക് ഹാർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് യുവർ കമ്പനി, യുവേഴ്സ് ട്രൂലി എന്നിട്ട് നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ 4 മാർക്സായി. പിന്നെ ബാക്കി 4 മാർക്സ് നമുക്കിവിടെ റെസ്യൂമിക്കാണ് കിട്ടുന്നത്. റെസ്യൂമിയിൽ നമ്മൾ നമ്മുടെ പേര്, ഏജ്, അഡ്രസ്സ്, ഒബ്ജക്റ്റീവ്സ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഫോൺ നമ്പർ, ഇമെയിൽ, എക്സ്പീരിയൻസ്, സ്കില്ല് ഇത്രയും വെച്ചാൽ മതി. പിന്നെ ലാംഗ്വേജസും ഡിക്ലറേഷൻ വേണമെന്ന് നിർബന്ധമില്ല, കുഴപ്പമൊന്നുമില്ല. ദെൻ ഒരു SD സൈൻ എന്ന് പറഞ്ഞ് എഴുതിയാൽ ബാക്കി 4 മാർക്ക്, അങ്ങനെ 8 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തായാലും നോക്കിയിട്ട് പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച് ഓൺ ദി ടോപ്പിക് ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ദ മോഡേൺ സൊസൈറ്റി. ഇത് നമ്മൾ ഒരു കൊല്ലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. നമ്മളും ഒരുപാട് വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് അത് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ഉണ്ടാകും. അതൊന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ടോപ്പിക്ക് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ദ മോഡേൺ സൊസൈറ്റി. പിന്നെ നോക്കിയിട്ട് പോകേണ്ടതാണ് സ്പീച്ച് ഓൺ ദ ടോപ്പിക് ഡ്രഗ് അബ്യൂസ് എ സോഷ്യൽ മെനസ്. അതായത് ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് നല്ലൊരു സ്പീച്ച് പഠിച്ചിട്ട് പോകണം. ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് സ്പീച്ച് അല്ലെങ്കിൽ ഒരു essay എന്തായാലും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി നിങ്ങൾ എക്സാമിന് നോക്കിയിട്ട് വേണം പോകാൻ. ഈ 3 ക്വസ്റ്റ്യൻസ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്